നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് നമുക്ക് കിടക്കാം. ഇന്നലെ അതിശക്തമായിട്ടുള്ളൊരു റാലി നമ്മൾ കണ്ടു. ഒരുപാട് പേർക്ക് പ്രോഫിറ്റ് കിട്ടി, ഇൻവെസ്റ്റേഴ്സ് എല്ലാം ഹാപ്പിയായി. നല്ല ഓപ്ഷൻ ഷോർട്ട് ചെയ്ത സെല്ലേഴ്സിന് ഇന്നലെ ഒരു ദുരന്ത ദിവസമായി മാറി. അങ്ങനെ മിക്സഡ് സെൻറ്റിമെൻറ്റ്സ് ആണ് മാർക്കറ്റ് അൺയൂഷ്വലായ രീതിയിൽ റാലി ചെയ്യുമ്പോഴും ഫോളോ ചെയ്യുമ്പോഴും പൊതുവെ ഉണ്ടാവാറ്. ഇനി നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റോ യൂറോപ്യൻ മാർക്കറ്റോ ഗംഭീരമായിട്ടല്ല പെർഫോമൻസ് ചെയ്തത്, മറിച്ച് അവിടെ വളരെ വലിയ തോതിലുള്ളൊരു ഇടിവുണ്ടായി. എസ്പെഷ്യലി US IT സ്റ്റോക്കുകൾ സെൽ ഓഫ് കണ്ടു. ഇറാൻ ടെൻഷൻ വർദ്ധിച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഒന്ന് കണ്ടുവരാം. ആദ്യം ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ഗോൾഡ് വീണ്ടും 5040 തിരിച്ചു കയറി. സിൽവർ 3% കയറി. ബിറ്റ്കോയിൻ ആവട്ടെ ഇടിവ് രേഖപ്പെടുത്താണ്. ബ്രന്റ് ഓയിൽ 67, നാച്ചുറൽ ഗ്യാസ് 3.3, നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 25,809. നമുക്കുണ്ടായിരുന്ന ക്ലോസിങ് 25,821. ഫ്ലാറ്റ് ഓപ്പണിംഗ്. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ഫ്ലാറ്റാണ്. ചൈന, കൊറിയ, ജപ്പാൻ മാർക്കറ്റുകൾ. ജപ്പാൻ എടുത്തു പറയുകയാണെങ്കിൽ നിക്കി മാർക്കറ്റ് 527 പോയിൻറ്റിൻ്റെ ഇടിവിലാണ്. കൂടാതെ ഡാക്സ് ജർമ്മൻ, CAC 40 ഫ്രാൻസ്, FTSE UK അതെല്ലാം ഇടിവിലായിരുന്നു. ഡോ കാണാം 166 പോയിൻ്റ് ഇടിഞ്ഞു. നാസ്ഡാക്ക് ടെക്നോളജി ഇൻഡെക്സ് 1.4% ഇടിഞ്ഞു. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികൾ കാണാം. ഇൻഫോസിസ് ഇടിഞ്ഞു 5%, വിപ്രോ 4% ഇടിഞ്ഞു. പിന്നീട് തിരിച്ചൊന്ന് കയറി. അങ്ങനെയാണ് US മാർക്കറ്റിൻ്റെ അവസ്ഥ. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഗംഭീരമായിട്ടുള്ളൊരു ഇടിവ് നടത്തിയപ്പോൾ US സ്റ്റോക്കുകളും US IT സ്റ്റോക്കുകളും വലിയ തോതിൽ ഇടിവുണ്ടായി. ഇതിൽ അസഞ്ചർ എന്ന് പറയുന്ന ഒരു കമ്പനി 10% ആണ് ഫോളോ ആയിട്ടുള്ളത്. 10%. നെറ്റ്ഫ്ലിക്സ് 3% ഫോളായി. മൈക്രോസോഫ്റ്റ് 2.8%, ഓൾമോസ്റ്റ് 3% ഫോളോ ആയിട്ടുണ്ട്. ടെക്നോളജി കമ്പനീസിൽ സീവിയർ സെൽ ഓഫാണ് ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ കണ്ടത്. അസഞ്ചർ ഒരു IT കമ്പനിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമെന്നോണാണ് ഇൻഫോസിസും വിപ്രോയിലും ഒരു സെൽ ഓഫ് കണ്ടത്. അപ്പോൾ ഈ രണ്ട് സ്റ്റോക്കുകളും ഇന്ന് കുറച്ചും കൂടി ഒന്ന് ഫോക്കസ് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാം തന്നെ വളരെ കുറഞ്ഞ ചിലവിൽ നമ്മുടെ ട്രേഡിലെല്ലാം തന്നെ ഏറ്റവും കുറഞ്ഞ ബ്രോക്കറേജിൽ ചെയ്യാൻ ആണ് പൊതുവെ ആളുകൾ താല്പര്യപ്പെടാറ്. അപ്സ്റ്റോക്ക് ഇന്ത്യയിലെ ലീഡിങ് ഡിസ്കൗണ്ട് ബ്രോക്കറാണ്. അപ്പോൾ അതിൽ ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഉപയോഗപ്പെടുത്താം. സ്റ്റോക്കുകളുടെ വാർത്തകളൊക്കെ പോകാം. ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. മാൻകൈൻഡ് ഫാർമ നെറ്റ് പ്രോഫിറ്റ് അവർ 7.3% ആണ് വർദ്ധിച്ചത്. 380 നിന്ന് 408 വർദ്ധിച്ചു. ഫസ്റ്റ് ചോയ്സ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 120 കോടി രൂപയാണ്. 179 കോടി രൂപയിൽ നിന്ന് 33% കുറവായിട്ടാണ് ഈ തവണ റിപ്പോർട്ട് ചെയ്തത്. ആദ്യത്തെ ബിർള ക്യാപിറ്റൽ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 41% വർധനവ് ഉണ്ടായിട്ടുണ്ട്. 983 കോടി രൂപയാണ് ഈ തവണ കരസ്ഥമാക്കിയത്. ബജാജ് ഫിനാൻസ് നെറ്റ് പ്രോഫിറ്റ് 6% ഇടിവാണ് രേഖപ്പെടുത്തിയത്. 4300 നിന്ന് 4066 പ്രോഫിറ്റ് കുറഞ്ഞു. നസാറ ടെക് നെറ്റ് പ്രോഫിറ്റും 35% ഇടിവ് രേഖപ്പെടുത്തി. 13 കോടി രൂപയിൽ നിന്ന് 8 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. ഗോദ്രേജ് അഗ്രോവിറ്റ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 109 കോടി രൂപയാണ്. ഫ്ലാറ്റായി വന്നു. കഴിഞ്ഞ തവണയും ഓൾമോസ്റ്റ് ഇത് തന്നെയായിരുന്നു. ഭാരത് കുക്കിംഗ് കോൾ കമ്പനി നെറ്റ് ലോസ് റിപ്പോർട്ട് ചെയ്തു 23 കോടി രൂപ. 425 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടായ കമ്പനിയാണ്. JK ലക്ഷ്മി സിമെൻറ്റ് നെറ്റ് പ്രോഫിറ്റ് 57 CR ആണ്. 74 CR ഉണ്ടായിരുന്നു. 23% ഡൗൺ ആയി. V2 റീറ്റെയിൽ നെറ്റ് പ്രോഫിറ്റ് 102 CR ആണ്. 102 കോടി രൂപ. അവർ 99 കോടി രൂപ ഉണ്ടായിരുന്നു. ഫ്ലാറ്റ്. പിഡ്ലൈറ്റ് ഇൻഡസ്ട്രീസ് ഫെവിക്കോളിൻ്റെയെല്ലാം തന്നെ നിർമ്മാതാക്കൾ നെറ്റ് പ്രോഫിറ്റ് 623 കോടി രൂപ. 10% നെറ്റ് പ്രോഫിറ്റ് വർധനവ് രേഖപ്പെടുത്തി. വരോക്ക് എഞ്ചിനീയറിംഗ് കമ്പനി ഇവർക്ക് പുതിയൊരു ഓർഡർ ലഭിച്ചു. 439 കോടി രൂപയുടെ ഓർഡർ. റൂബിക്കോൺ റിസർച്ച് കമ്പനി ഇവർ 38 നിന്ന് 72 നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി. ST നെറ്റ്വർക്ക് കമ്പനി 175 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചു. ഷീല ഫോം ബെഡ് മാനുഫാക്ചറിങ് കമ്പനിയാണ്. അവർ 16 കോടി രൂപയിൽ നിന്ന് 56 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി എന്നതാണ് ഇപ്പോൾ ഉള്ള ന്യൂസുകൾ. അപ്പോൾ വൈകിട്ട് നമുക്ക് പോസ്റ്റ് മാർക്കറ്റ് എത്താം. ഈ വരുന്ന വെള്ളിയാഴ്ച ദിവസം 7 മണിക്ക് നമ്മുടെ ലൈവ് ഉണ്ടാവും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് നേരിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. താങ്ക് യു ആൾ.